ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിടക മാസത്തിൽ നമ്മൾ തയ്യാറാക്കി കഴിക്കേണ്ടതായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഉലുവപ്പാല്. ഉലുവ തനിച്ച് തന്നെ വേവിച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതുപോലെ പായസം രൂപത്തിൽ തയ്യാറാക്കി കുടിക്കുമ്പോൾ നമുക്ക് ആ കയ്പ് അറിയാനും സാധിക്കില്ല. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കാനും സാധിക്കും. ഇതിനായിട്ട് തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ള 3 സ്പൂൺ അളവിൽ ഉലുവയാണ്. ഉലുവ കുതിർത്താൻ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി അതേ വെള്ളത്തിൽ തന്നെയാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 4 വിസിൽ കൊണ്ട് തന്നെ ഉലുവ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് ഒരു നാളികേരവും തിരുമിയെടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായ 300 ഗ്രാം കരിപ്പട്ടിയും ഉരുക്കാനെടുത്ത് വെക്കാം. കരിപ്പട്ടി ഉരുക്കിയെടുക്കുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട്. കരിപ്പട്ടി ഇവിടെ നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതുപോലെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഉലുവയുടെ ചൂടാറി വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുമുണ്ട്. ഇനി ഉലുവപ്പാല് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള ഉലുവ ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് നേരം വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഉരുക്കിയെടുത്തിട്ടുള്ള ചക്കരപ്പാനി ചേർക്കാം. ഇനി ഉലുവയും ചക്കരപ്പാനിയും കൂടെ ചേർത്ത് നല്ല പോലെ കട്ടകളില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ചക്കരപ്പാനി ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്താലും മതിയാകും. ഞാനിവിടെ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ചക്കരപ്പാനി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് 2ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2ാം പാല് 1/2 ലിറ്റർ ആണ് ചേർത്തിട്ടുള്ളത്. 2ാം പാലിൽ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് കുറുകി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 30 ഗ്രാം അളവില് കൽക്കണ്ടം കൂടെ ചേർക്കാം. കൽക്കണ്ടവും കൂടെ ചേർന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ല കുറുകിയ പാകത്തിലേക്കാണ് ഉലുവപ്പാലായി വന്നിട്ടുള്ളത്. ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം തന്നെ വെട്ടി തിളച്ച് വന്നിട്ടുള്ളൊരു പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 250 മില്ലി അളവിൽ 1ാം പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി നല്ലൊരു സ്വാദിനായിട്ട് അല്പം ഏലക്കപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉലുവപ്പാൽ ഇവിടെ റെഡിയാണ്. ഒരു കർക്കിടക മാസത്തിൽ തന്നെ എല്ലാവരും തയ്യാറാക്കി കഴിക്കണേ. നമ്മുടെ ശരീരാരോഗ്യത്തിന് വളരെ തന്നെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോകൾ തയ്യാറാക്കി നോക്കാനും നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.